MR ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 900 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ ഫുൾ കട്ടിങ്ങാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യം ബെഡ്റൂം, പൈപ്പ് അടിക്കുന്നതും സ്വിച്ച് ബോർഡ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ ഡോറ് ഏത് ഭാഗത്താണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോറ് ബാധിക്കാത്ത രീതിയിൽ എൻട്രൻസിൽ നമ്മൾ സ്വിച്ച് ബോർഡ് കട്ട് ചെയ്യുക. സ്വിച്ച് ബോർഡുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം സ്വിച്ച് ബോർഡുകൾ നമ്മൾ കട്ട് ചെയ്യണതിന് മുൻപ് തന്നെ നമ്മൾ സീലിങ്ങിനുള്ള ജംഗ്ഷൻ ബോക്സുകൾ, അതുപോലെ തന്നെ LED ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് കർട്ടൻ സ്പ്രിങ്, ഇതുപോലെ കർട്ടൻ സ്പ്രിങ് ഉണ്ടാകും, അതിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ബ്ലോക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എൻട്രൻസ് സ്വിച്ച് ബോർഡായിട്ട് 10-4 PVC ബോക്സിൻ്റെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നൈറ്റ് ലാമ്പിന് വേണ്ടിയിട്ട്, ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4-4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് വെച്ചിട്ടുള്ളത് 10 ഇഞ്ചാണ്. 4-4 അടിവശത്തെ അളവാണ്. അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൻ്റെ അളവ് നമ്മൾ 135 സെൻറ്റിമീറ്ററാണ് വെച്ചിട്ടുള്ളത്. എല്ലാം അടിവശത്തെ അളവാണ് പറയുന്നത്. അപ്പോൾ 2 പൈപ്പ് സീലിങ്ങിൽ വന്നിട്ടുണ്ട്. ഒന്ന് DBയിൽ നിന്നും ഈ റൂമിലേക്ക് വരുന്ന പൈപ്പ്, പിന്നെ ഒന്ന് ഫാനിൻ്റെ ജംഗ്ഷനിൽ നിന്ന് വരുന്ന ആ ഒരു പൈപ്പ്. അങ്ങനെ 2 പൈപ്പാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. 4 വേ ജംഗ്ഷനാണ് നമ്മൾ സീലിങ്ങിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ലൈറ്റാണ് ഒരു ബെഡ്റൂമിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഹോൾഡർ, ഒരു ട്യൂബ് ലൈറ്റ്. അതുപോലെ തന്നെ പോക്കറ്റ് റൂമുണ്ട്. പോക്കറ്റ് റൂമിലേക്കുള്ള ലൈറ്റ് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് AC-യുടെ 2 വേയുടെ എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളൊരു പൈപ്പ് 20 mm പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. 4-4 PVC ബോക്സാണ്. നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് ബെഡ് സ്വിച്ചിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് നമ്മളത് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ AC-യുടെ പ്ലഗ് വെക്കാനുള്ള ആ ഒരു ലൈനും കട്ട് ചെയ്തിട്ട് നമ്മൾ ബെഡ് സ്വിച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കട്ടിൽ കിഴക്ക് പടിഞ്ഞാറാണ് ഇടുന്നത്. അപ്പോൾ കട്ടിലിൻ്റെ നെറ്റി തട്ടാത്ത രീതിയിൽ നമ്മൾ സ്വിച്ച് ബോർഡ് വെക്കണം. സ്വിച്ച് ബോർഡ് ബെഡ് സ്വിച്ചിൻ്റെ ഹൈറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് 90 സെൻറ്റിമീറ്റർ, 1 മീറ്ററൊക്കെ നമുക്ക് വെക്കാം. അതുപോലെ നമുക്ക് ഇനി ഹീറ്ററിൻ്റെ വരുന്നുണ്ട്. ഒരു പൈപ്പ് സീലിങ്ങിൽ നിന്നും ഒരു പൈപ്പ് ബാത്റൂമിൻ്റെ അകത്തേക്കും പോകുന്നതാണ്. DBയിൽ നിന്നും ഒരു പൈപ്പ് ഡയറക്റ്റായിട്ട് നമ്മൾ ഹീറ്ററിന് വേണ്ടിയിട്ട് ഹീറ്ററിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക്, ബാത്റൂമിലേക്ക് പോകുന്ന സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൈപ്പൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബെഡ്റൂമിലെ സ്വിച്ച് ബോർഡുകളെല്ലാം PVC ബോക്സാണ്. അതുപോലെ ഹാളിൽ മെറ്റൽ ബോക്സിൻ്റെ സ്വിച്ച് ബോർഡ് വെക്കാനാണ് വീട്ടുകാരുടെ താല്പര്യം. PVC ബോക്സും മെറ്റൽ ബോക്സും തമ്മിലുള്ള അളവുകൾ വ്യത്യാസമുണ്ട്. മെറ്റൽ ബോക്സിൽ ഏത് തരം ഹൈ ക്വാളിറ്റി മോഡൽ സ്വിച്ചുകളും മെറ്റൽ ബോക്സിൽ വയ്ക്കാം. PVC ബോക്സിൽ അത് പറ്റില്ല. ഇനി 2 സ്വിച്ച് ബോക്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാം. മെറ്റൽ ബോക്സിൽ 8 മോഡി എന്ന് പറഞ്ഞാൽ 8 സ്വിച്ച് നിൽക്കും. PVC ബോക്സിൽ 8 സ്വിച്ച് നിൽക്കണമെങ്കിൽ 10-4 അളവിലുള്ള ബോക്സ് തന്നെ വെക്കണം. ഇതാണ് PVC ബോക്സും മെറ്റൽ ബോക്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത അളവ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ബോക്സിൽ 12 മോഡി 12 മോഡി മെറ്റൽ ബോക്സ് ആണെങ്കിൽ PVCയുടെ അളവ് വരുന്നത് 8-6 ആണ്. 8-6 അളവിലുള്ള PVC ബോക്സ് വെച്ചാൽ 12 സ്വിച്ച് നിൽക്കുള്ളൂ. ഇതാണ് 12 മോഡിയുടെ വ്യത്യാസം. അടുത്ത അളവ് 6 മോഡിയാണ്. PVC ബോക്സിൽ 8-4 6 മോഡിൻ്റെ അളവ്. മെറ്റൽ ബോക്സ് ആണെങ്കിൽ 6 മോഡി തന്നെയാണ്, 6 സ്വിച്ച് നിൽക്കും. അതുപോലെ PVC ബോക്സിൽ 6-4, മെറ്റൽ ബോക്സ് ആണെങ്കിൽ 4 മോഡി. അങ്ങനെ PVC ബോക്സും മെറ്റൽ ബോക്സും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ PVC ബോക്സാണ് വെക്കുന്നത്, മെറ്റൽ ബോക്സാണ് വെക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവ തമ്മിലുള്ള അളവുകൾ വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2 മോഡി, നമ്മളിപ്പോൾ 2 മോഡി മെറ്റൽ ബോക്സിന് 2 മോഡി വെക്കുന്നുണ്ടെങ്കിൽ PVC ബോക്സിൽ 4-4 വെക്കണം. PVC ബോക്സിൽ 4-4 എന്ന് പറഞ്ഞാൽ 3 മോഡി, 3 സ്വിച്ച് വരെ PVC ബോക്സിൽ വെക്കാം. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഫുഡ് ലാമ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ് സ്റ്റെയറിൻ്റെ അടിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പൈപ്പിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ബെഡ്റൂമിൻ്റെ കട്ടിങ്ങും വയറിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കുക. 2 2 വേ സ്വിച്ച്, ഫാനിൻ്റെ റെഗുലേറ്റർ, 6 ആംപിയറിൻ്റെ പ്ലഗ്, അതിൻ്റെ സ്വിച്ച്, AC സ്വിച്ച്, മാസ്റ്ററിൻ്റെ സ്വിച്ച്, അങ്ങനെ സ്വിച്ചിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് സ്വിച്ച് ബോർഡുകൾ വെക്കുക. ഇത് ഔട്ട് സൈഡ് ലൈറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സൺസൈഡിൻ്റെ താഴെയായിട്ടാണ് ഔട്ട് സൈഡ് ലൈറ്റ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ AC സോക്കറ്റ് വെക്കാനുള്ള 4 4 വെച്ചിട്ടുണ്ട്. AC വെക്കാനുള്ള ചുമരിൽ മറ്റ് പൈപ്പുകളൊന്നും പാടില്ല. ഒരു ബെഡ്റൂമിൽ നമ്മൾ 2 ലൈറ്റെങ്കിലും കാണണം. ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഹോൾഡർ, ഒന്നില്ലെങ്കിലും ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ പോക്കറ്റ് റൂമിലേക്കുള്ള ലൈറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഹീറ്ററെല്ലാം വരുന്നത് കൊണ്ട് DBയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഒരു പൈപ്പ് ഈ സ്വിച്ച് ബോർഡിലേക്ക് നമ്മളത് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ല എങ്കിൽ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് നേരെ സർക്യൂട്ട് വരുന്ന സ്വിച്ച് ബോർഡിലേക്ക് ഇതുപോലെ ലിങ്ക് ചെയ്ത് കൊടുക്കുക. നമ്മളത് നേരത്തെ തന്നെ വാർപ്പിൽ പൈപ്പ് ഇടുമ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് ബാത്റൂമിൻ്റെ അകത്തേക്കാണ്. ബാത്റൂമിൻ്റെ അകത്തൊരു ലൈറ്റ് പോയിൻ്റ് നമ്മൾ കൊടുത്തു. ഒരു 4 4ൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ നേരെ കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഹീറ്ററിൻ്റെ പ്ലഗ് വെക്കാനായിട്ടൊരു ബോക്സ് 4 4 വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും എക്സോസ്റ്റ് ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൻഡ് ഇതുപോലെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ ഫുൾ കട്ടിങ്ങും പൈപ്പ് അടിക്കുന്നതും സ്വിച്ച് ബോർഡ് വെക്കുന്നതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. അടുത്ത വീഡിയോ കിച്ചൺ കട്ട് ചെയ്യുന്നത് എങ്ങനെ, കിച്ചണിലെ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റുകളെല്ലാം അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അതുപോലെ ഹാള് കട്ട് ചെയ്യുന്ന വീഡിയോ, DB വെക്കുന്ന വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല നല്ല ഉപകാരമുള്ള ഒരുപാട് വീഡിയോ കാണാൻ MR ടെക് നെന്മാറ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കൂ.